ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പില്ലാതെയാണ് കേട്ടോ. പരിപ്പില്ലാതെ എന്ത് സാമ്പാർ എന്നൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, പിന്നെ അരവിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്കുള്ള കഷ്ണങ്ങളാണ് ക്യാരറ്റ്, പച്ചക്കായ, മുരിങ്ങക്കായ, ഇളവന്, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, പയറ്, പിന്നെ വെണ്ടക്ക. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ ആദ്യം തേങ്ങ ഒന്ന് വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓണാക്കി ഒരു പാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അരവിനായിട്ട് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാനിതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിലേക്ക് ഓരോ ചേരുവകൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ചെറുതായിട്ടൊരു നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചെറിയ രീതിയിൽ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വരട്ടെ. ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ കായം ഇട്ട് കൊടുക്കാം. ഇത് പാക്കറ്റിൽ വരുന്ന സാമ്പാർ കായാണ് കേട്ടോ. ഇത് ഞാനിതിലേക്ക് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഈ തേങ്ങയിൽ നല്ല പോലെ അലിഞ്ഞ് ചേരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാമ്പാർ കായൊക്കെ തേങ്ങയിൽ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങ മുരിഞ്ഞ് വരില്ല കേട്ടോ. മുരിഞ്ഞ് വരില്ല എന്നല്ല, സമയമെടുക്കും. ഇനി തേങ്ങയിലൊക്കെ മഞ്ഞൾ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ നല്ല സാമ്പാറിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. സാമ്പാർ കായ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കറി വെക്കുകയാണെങ്കിലോ ഈ തേങ്ങ കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്കുള്ള വറുത്ത തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇത് വറുത്തെടുക്കാൻ, എന്നാലും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് വറുത്തത് ഇത് മതി കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഈ തേങ്ങ ഒന്ന് തണുത്താറിക്കോട്ടെ, അപ്പോഴേക്കും നമുക്ക് കറി വെക്കാം. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനിവിടെ അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് കേട്ടോ ഉപയോഗിച്ചത്. കുക്കറിലാണെങ്കിൽ അങ്ങനെയും വെക്കാം, അല്ലാത്ത പാത്രത്തിലും വെക്കാം കേട്ടോ. കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇതിലെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കറി വെക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്ര മതി, ആവശ്യമെങ്കിൽ പിന്നെയും ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, പച്ചക്കായ, ക്യാരറ്റ് തുടങ്ങിയ ഇത്രയും സാധനങ്ങൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ ഒരു പകുതി വേവാവുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും മതി. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് പകുതി വേവാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങയൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വറുത്ത തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചൂടോട് കൂടി തന്നെ അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി എന്തായാലും നോക്കാം.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാ നല്ലപോലെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് ഹാഫ് വേവായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. വേവില്ലാത്ത ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ വേവുള്ളത് വെന്ത് വരുമ്പോഴേക്കും ഇതെല്ലാം കൂടെ ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിതിലേക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യവും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പുളിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ടെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പോ പുളിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഇപ്പം ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സാമ്പാർ പൊടി കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം കേട്ടോ. നമുക്ക് വറുത്തരച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ പരിപ്പില്ലാത്തതിൻ്റെ ഒരു കുറവും അറിയത്തില്ല കേട്ടോ. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഉടയാതെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒഴിച്ച് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ സാമ്പാറിലേക്ക് ചേർക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് വറവിടാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കറി നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. പരിപ്പില്ലാന്ന് കരുതിയിട്ട് സാമ്പാറൊന്നും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇടയ്ക്ക്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്ന സ്ഥിതിക്ക് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക്
വേറൊരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പാത്രമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ വറവ് ഇടുന്ന സമയത്ത് വേണമെങ്കിൽ അതിലും ഉലുവ ചേർക്കാവുന്നതാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പരിപ്പിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ പരിപ്പ് ചേർത്ത് സാമ്പാറും കഴിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു സാമ്പാർ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെയൊക്കെ വേവ് നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കേട്ടോ. അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സാമ്പാർ വെക്കണം തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ സദ്യക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കില്ല സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സാമ്പാർ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.